ചെറിയ മത്തി നല്ല തിക്ക് ഗ്രേവിയോടുകൂടി വറ്റിച്ചെടുത്ത ഒരു കറിയാണ് ഇന്ന്. അപ്പോൾ ചെറിയ മത്തി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10-20 ചെറിയുള്ളി വേണം, 4 പച്ചമുളക്, 5-8 വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ഉലുവാപ്പൊടി വേണം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് നല്ല മുളക് പൊടിയും എരിവുള്ളതും കശ്മീരിയും ചേർത്ത് കൊടുക്കാം. എരിവ് വേണ്ടാത്തവർക്ക് 2 കശ്മീരി തന്നെ എടുക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഈ പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പൊടിക്ക് ചെറിയൊരു കളർ മാറ്റം വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോവാണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇപ്പം പൊടിയൊക്കെ മാറി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി. ഇനി നമ്മൾ ഇതൊന്ന് തണിയാൻ വെക്കുക കുറച്ച് നേരത്തേക്ക്. തണിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയിൽ നിന്നൊരു 5-10 ചെറിയ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇടുക. ഇനി അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് രൂപത്തിലായിരിക്കണം. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കുക. ഇനി ഞാൻ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി നമ്മൾ ചതച്ചെടുക്കണം. അത് മിക്സീൻ്റെ ജാറിൽ നിന്ന് ഒറ്റ തവണ നമ്മളൊന്ന് പൾസ് ചെയ്താൽ മതി, ചതഞ്ഞ് കിട്ടിക്കോളും. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഒന്ന് കരിഞ്ഞു പോവാണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് വേഗം വഴണ്ടി കിട്ടും ഉള്ളിയെല്ലാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. ഈ അരപ്പ് നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ മൂത്ത് വരണം. അപ്പോൾ നമ്മൾ കൈയെടുക്കാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം അടി പിടിക്കും, പുകഞ്ഞു പോകും. സോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ തന്നെ വഴണ്ടോളും. അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഗ്രേവി ഒന്ന് പാകമായി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക. അതായത് ആ തിക്നെസ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് അടി പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് പുകഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ പുറത്ത് വരാൻ തുടങ്ങി. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, മീൻ വേവാനായിട്ടുള്ള വെള്ളം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഈ കറിക്ക് വേണ്ടുന്നുള്ള ഉപ്പ് ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി ഉപ്പ് നോക്കേണ്ടതെന്ന് ആവശ്യം വരില്ല. അപ്പം നമ്മളെ കറി ഇപ്പം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചെറിയ മത്തി ഇട്ട് കൊടുക്കാം. മത്തിയൊക്കെ ഇട്ടതിന് ശേഷം എല്ലാം ഗ്രേവിയിലേക്ക് മുങ്ങുന്ന തരത്തിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. ചെറിയ മത്തിയായ കാരണം വേഗം തന്നെ അത് വേവായിക്കോളും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും. അപ്പോൾ നമ്മൾ കറി നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്പൂണിട്ട് ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് ചട്ടി പിടിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം ചേർത്തത് കൊണ്ട് കൂടുതലാവണ്ടെന്ന് വെച്ച് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മത്തി വറ്റിച്ചതാണ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഈ വിധത്തിലുള്ള മത്തി വറ്റിച്ചത് ഒന്നെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.